പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്നൊരു ചെറിയ പീസ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്ത ഒരു ക്രോസ് ബോഡി ബാഗാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ സിബൊക്കെ വെച്ചിട്ട് ഒരു ക്രോസ് ബോഡി ബാഗ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ മാഗ്നറ്റിക് പ്രസ് ബട്ടണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബാഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്ലോത്തിൻ്റെ പീസാണിത്. 10 ഇഞ്ച് വീതിയും അതുപോലെ 20 ഇഞ്ച് നീളമുള്ളൊരു ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ അളവിലുള്ള ഒരു ലൈനിങ് പീസും പിന്നെ അതേ അളവിൽ തന്നെയുള്ളൊരു പേപ്പർ ക്യാൻവാസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു മാഗ്നറ്റിക് പ്രസ് ബട്ടണും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ക്യാൻവാസ് അതിൻ്റെ നടുവിലേക്കൂടെ ഇതുപോലെ ഒന്ന് മടക്കാം. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് നമുക്കൊരു 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുത്തിട്ട് നമുക്കൊരു ലൈൻ വരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എൻഡിൽ നിന്ന് 1 ഇഞ്ചിൽ ഒന്ന് മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നും താഴത്തോട്ടേക്ക് നമുക്കൊന്ന് വരക്കാം. അതിനുശേഷം ഈ അറ്റത്ത് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ വരച്ചതിലേക്ക് കൂടി. എന്നിട്ട് നമുക്ക് ഈ അറ്റം എടുത്തിട്ട് ഈ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ല ആ പോയിന്റിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ മടക്കിൽ നമുക്ക് 1 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ഒന്ന് വരച്ചെടുക്കാം. ലെങ്ത്തും വിഡ്ത്തും രണ്ടും 1 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചെടുക്കാം. എന്നിട്ട് ആ ഭാഗം കൂടി ആ സ്ക്വയർ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇത് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടുക. അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ലൈനിങ് പീസ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ നമുക്ക് ഈ പേപ്പർ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിത് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ മേലെയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നല്ല തുണിയുടെ നല്ല വശം താഴെ വരുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇത് ക്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗത്തെല്ലാം ഈ താഴത്തെ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്യേണ്ട, ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട, ബാക്കിയുള്ള ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത സൈഡിലേക്ക് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിൽ തട്ടാതെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ കോർണറിലെല്ലാം ചെറിയ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഓപ്പണായ ഭാഗത്തുകൂടി ഇതൊന്ന് തിരിച്ചിടാം. അത് തിരിച്ചിടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാണ്ട് വെച്ചത്. അത് തിരിച്ചിട്ടിട്ട് നമുക്ക് കോർണറെല്ലാം കറക്റ്റ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് തിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. അതിന് ശേഷം ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ലൈനിലേക്ക് കൂടി ഈ വൈറ്റ് ഭാഗം ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കുക. എന്നിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അതേപോലെ അപ്പുറത്തെ ഭാഗത്ത് ആ ക്ലോത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് 2 ഭാഗത്തുനിന്നും മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് മടക്കി അയൺ ചെയ്തതിന് ശേഷം അതിൽ കൂടി നമുക്കൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ മാഗ്നറ്റിക് ബട്ടൺ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ അറ്റത്തൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇത് അടച്ച് നോക്കാം. അടച്ച് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് എവിടെയാണ് അത് ബട്ടൺ വെക്കേണ്ടത് ആ ഭാഗം 2 ഭാഗത്തും മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാഗ്നറ്റിക് പ്രസ് ബട്ടൺ ഉണ്ടല്ലോ
അതെടുക്കാം, അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2 പീസ് ഉണ്ട്. അതിൽ ഒരു പീസിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ഷാർപ്പായിട്ടുള്ള 2 ഭാഗമുണ്ട്. അത് നമ്മൾ ആ കൊടുത്ത മാർക്കിങ്ങിൽ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ മാർക്കിങ് കിട്ടും. വീഡിയോയിൽ കാണുന്നില്ല കറക്റ്റായിട്ട്, പക്ഷെ നിങ്ങൾക്ക് അത് പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ മാർക്കിങ് അവിടെ കാണും. അവിടെ നമുക്ക് ചെറിയ പെൻസിൽ കൊണ്ടൊരു മാർക്കിങ് കൊടുക്കാം. അതുപോലെ അതിൻ്റെ മറ്റേ ഭാഗത്തും ചെയ്യാം. അവിടെ ഒട്ടിക്കേണ്ട സാധനം ഉണ്ടല്ലോ, അതും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ഷാർപ്പനർ വെച്ചിട്ട് ഇതുപോലെ ഷാർപ്പായിട്ടുള്ളൊരു കത്തിയോ കത്രികയോ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഷാർപ്പായിട്ടുള്ള ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ കടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പുറത്ത് അതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വരും. അത് നമുക്ക് 2 സൈഡിലേക്കും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നല്ല നീറ്റായിട്ട് നിന്നോളും. അപ്പോൾ ഞാനത് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. പിന്നെ അത് അവിടെ നിന്ന് അനങ്ങില്ല, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി നമ്മൾ താഴത്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെയും ഇതേപോലെ നമുക്ക് കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പം മറ്റേ ഭാഗം വെച്ചില്ലേ, അതേപോലെ തന്നെ ഇവിടെയും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ആ ഗ്യാപ്പിലേക്ക് കൂടി തട്ടിട്ട് 2 സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഹാൻഡിൽ വെക്കണം. അപ്പോൾ ഞാൻ ക്രോസ് ബോഡി ബാഗാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹാൻഡിൽ വേണ്ടിയിട്ട് ഇതുപോലെ 3 ഇഞ്ച് വിഡ്ത്തും 44 ഇഞ്ച് ലെങ്ത്തുള്ളൊരു ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് മടക്കേണ്ടത്. ആദ്യം 2 ഭാഗത്തു നിന്നും ഉള്ളിലോട്ടേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം, 2 സൈഡിൽ നിന്ന് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട്. അതിന് ശേഷം വീണ്ടും അകത്തോട്ടേക്ക് ഒന്നും കൂടി മടക്കാം. നമുക്ക് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഹാൻഡിൽ എങ്ങനെയാണ് ബാഗിൽ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരറ്റം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ മറ്റേ അറ്റം ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഹാൻഡിൽ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഒന്ന് മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ അറ്റം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ക്ലിപ്പ് ചെയ്ത ആ ഹാൻഡിലും ഇതും കൂടി ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. 2 സൈഡിലും ഹാൻഡിലും ആ ഭാഗവും കൂടി ഒരുമിച്ച് ക്ലിപ്പ് ചെയ്തതിന് ശേഷം ഈ 2 സൈഡിലും ഞാൻ കാണിക്കുന്ന ഭാഗത്ത് 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ അറ്റവും അതേപോലെ തന്നെ ഇപ്പുറത്തെ അറ്റവും 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഇത് മടക്കിയിട്ട് ഇതുപോലെ ഈ കോർണർ ഇതുപോലെ പിടിച്ചിട്ട് അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്യാം. എന്നിട്ട് അതേപോലെ ഇപ്പുറത്തെ അറ്റത്തും ചെയ്യാം. എന്നിട്ട് ആ ക്ലിപ്പ് ചെയ്തതിന് ശേഷം 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. ഇനി നമുക്കിത് തിരിച്ചിടുമ്പോഴേക്കും നമ്മളെ ബാഗ് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മളെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബാഗാണ്. ഇനി ഞാൻ ഇതിൻ്റെ ആ ഒരു പ്രസ് ബട്ടൺ വെച്ച ആ ഭാഗത്തായിട്ട് ഇതുപോലൊരു സാധനം ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഷോ ബട്ടണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബാഗാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മളെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.